വീഡിയോയുടെ പകുതി വെച്ച് തന്നെ ഇത് റിട്ടേൺ ചെയ്യേണ്ട അവസ്ഥ വരുമെന്ന് വിചാരിച്ചു. 2 വേ അഡ്ജസ്റ്റബിൾ ആണ്. ഹേ യൂട്യൂബ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും അധികം ഞാൻ പറയല്ലോ, ഒരു 10 കാര്യങ്ങൾ ഞാൻ എൻ്റെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 കാര്യങ്ങളിലേക്ക് എത്തിപ്പെടത്ത് പോലുമില്ല. അതിൽ തന്നെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ മറ്റൊരു കാര്യം കയറി വരുന്നത് സ്ഥിരം ഏർപ്പാടാണ്. പലപ്പോഴും വരുന്നത് എൻജിൻ കേസിങ്ങിൻ്റെ പോലും നട്ടും ബോൾട്ടും ത്രെഡും എല്ലാം ഞാൻ നശിപ്പിച്ച് വെച്ചേക്കുവാണ്. എന്തൊക്കെയാണ് DIY ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു നാശനഷ്ടം നമ്മൾ എന്തെങ്കിലും ഫേസ് ചെയ്യാൻ തയ്യാറായേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈയിടെ തന്നെ ഇപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ഹബ്ബാണ്. അപ്പോൾ അതിനകത്ത് പണിത് ഒരാവശ്യമില്ലാത്ത ചിസിൽ വെച്ച് ഞാൻ അടിച്ചിട്ട് സ്പീഡോമീറ്ററിൻ്റെ കണക്ടർ വരുന്ന ഭാഗമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഹബ്ബിൽ വരുന്ന ഭാഗമാണ്. അതിനെ അടിച്ച് നശിപ്പിച്ച് വെച്ചിട്ട് ഇപ്പോൾ എന്നെ സെലോ ടേപ്പ് ഇട്ടിട്ടാണ് ഞാൻ അത് ഓടിക്കുന്നത്. എന്തൊക്കെയാലും അത് ഞാൻ ഒരു കാരണവശാലും എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ച കാര്യമല്ല. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ എന്നെ നോക്കി അതിനെ ചെയ്ത് എടുക്കാൻ പറ്റി. ഇത് കാണിക്കാനുള്ള പ്രധാനമായിട്ടുള്ള ഉദ്ദേശം, എനിക്ക് വന്ന ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യരുത് എന്നൊരു കാര്യത്തോട് കൂടിയാണ് ഞാൻ വരുന്നത്. ഇതൊരു ബോക്സ് സ്പാനർ സെറ്റാണ്. ഇതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇതിനകത്തൊരു സിംഗിൾ സൈഡ് റെഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യം സ്പാനർ യൂസ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഫെയറിംഗ് ഉള്ള ബൈക്സൊക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം, നല്ല രീതിയിൽ പണിയുള്ള കാര്യമാണ് ഫെയറിംഗ് അഴിക്കുക എന്നൊക്കെ വെച്ചാൽ. അതൊക്കെ വളരെയധികം ഈസി ആക്കുന്ന കാര്യമാണ് ഇതിൻ്റെ ഈ സ്പാനർ കിറ്റിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു. ആക്ച്വലി അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തതാണ്, പക്ഷേ റെക്കോർഡ് ബട്ടൺ ഞെക്കാൻ മറന്നുപോയി. അപ്പോൾ ഈ സംഭവമാണ് വരുന്നത്. ഇങ്ങനൊരു ചെറിയൊരു ബോക്സിനകത്താണ് വരുന്നത്. ഒരു 1 kg മുകളിലുണ്ട്. മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ട്. ഐവ എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. 40 പീസ് കോമ്പിനേഷൻ സെറ്റാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഈ കിറ്റിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവനാണ് ഹൈലൈറ്റ്. ഒന്നുകൂടെ ഫോക്കസ് ചെയ്യട്ടെ. യെസ്, ഇവനാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. കണ്ടോ, ഇത് ഗുണം, നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് സൈസിലുള്ള സ്പാനർ കിറ്റ് വേണമെങ്കിലും ഇവനിൽ കണക്ട് ചെയ്യാം. ഇവൻ പറ്റൂല, സോറി കണക്ട് ചെയ്തു. എന്നിട്ട് ബോട്ടിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഓരോ പ്രാവശ്യവും നിങ്ങൾ സാധാരണ സ്പാനർ യൂസ് ചെയ്യുന്ന കണക്കിന് എടുത്ത് തിരിച്ച് വെച്ച് മറക്കേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അധികവും കണ്ടിട്ടുള്ള പുറത്ത് ഉള്ള ആൾക്കാരുടെ ടൂൾ കിറ്റിലൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലോക്കൽ വർക്ക്ഷോപ്പിലൊന്നും ഈ സാധനങ്ങളൊന്നും ആൾക്കാർ യൂസ് ചെയ്യുന്നേ ഇല്ല. പ്രത്യേകിച്ച് കാരണം ഇതിൻ്റെ ക്വാളിറ്റി വലിയൊരു മാറ്ററാണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അധികം നാൾ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ഫാക്ടറാണ്. പക്ഷേ നമ്മളുടെ ഒരു ടെമ്പററി റെഗുലർ അല്ലാത്ത ഒരു യൂസിനൊക്കെ ഇത് ധാരാളമാണ്. ഇതിൽ 4 mm to 21 mm വരുന്ന ഏറ്റവും വലുത് ഇതാണ് വരുന്നത്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ കാറിൻ്റെയൊക്കെ ടയേഴ്സ് അഴിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഭയങ്കര ഹെവി ആയിട്ടുള്ള ടൂളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഈ വർക്കിംഗ് ഒക്കെ വളരെ ഭയങ്കര അത്ര റിലയബിൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് മനസ്സിൽ വെക്കുക. നമ്മൾ വെറും 389 രൂപയാണ് ഞാൻ കൊടുത്ത ആ എമൗണ്ടേ കൊടുക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ഇത് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം, ഫ്ലിപ്കാർട്ടിനകത്തും ആമസോണിനകത്തും ഇതിൻ്റെ പല മോഡൽസ് അവൈലബിൾ ആണ്. അതായത് ഇതൊരു ജനറിക്, ഇതേ സെയിം പടത്തിൽ ഇഷ്ടംപോലെ ബ്രാൻഡുകൾ ഈ ഐവ എന്ന് പറയുന്ന രീതിയിൽ വേറെ പല ബ്രാൻഡുകളിലും പല പ്രൈസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കല് ഇപ്പോൾ 400-ന് കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ്, 600-800-ന് കിട്ടുന്ന മറ്റൊരു ക്വാളിറ്റിയാണെന്ന്. ഇതെല്ലാം ജനറിക് പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഇതിലൊരു വ്യത്യാസവും വരത്തില്ല. ഇത് ചൈനയിൽ നിന്ന് വരുന്ന സാധനമാണ്. ചൈനയിൽ നിന്ന് വരുന്ന പല ബ്രാൻഡുകൾ പല പ്രൈസിൽ പല ലാഭം എടുത്ത് നിങ്ങൾക്ക് വരുന്നതാണ്. പിന്നെ ഏറ്റവും ഒരു ഹൈലൈറ്റ്, ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ശരിക്കും കോമഡി ആയിരുന്നു. ഇത് ഞാൻ യൂസ് ചെയ്തു. ഇതിൽ ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ കണക്ടറൊക്കെ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ചെറിയ കണക്ടർ എടുത്തപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ച വീഡിയോയുടെ പകുതി വെച്ച് തന്നെ ഇത് റിട്ടേൺ ചെയ്യേണ്ട അവസ്ഥ വരുമെന്ന് വിചാരിച്ചു. പിന്നെ കണ്ടുപിടിച്ചൊരു കാര്യമാണ്, ഇവിടെ ഒരു എക്സ്ട്രാ കണക്ടർ വരുന്നുണ്ട്. യെസ്, ഇവിടെ വരുന്നില്ലല്ലോ, അടിച്ചു പോയോ ഗൈസ്? ഇല്ല. ആ ഒരു എക്സ്ട്രാ ഒരു കണക്ടർ സോക്കറ്റ് വന്നിട്ട് നമുക്കിതിലുള്ള എല്ലാ ചെറുതും കണക്ട് ചെയ്യാം. ഏറ്റവും ചെറിയ സൈസ് വരെ നമുക്കിതിൽ കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് റെഗുലറായിട്ട് ഇത് വെക്കാൻ പറ്റത്തില്ല. കൂടെ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. നമുക്ക് റെഗുലറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇതെല്ലാം ഈ ഒരു ബോൾ സെറ്റപ്പിൽ ലോക്ക് വർക്കിംഗ് ആയിരിക്കും. ഇതൊരു സ്ക്രൂ ഡ്രൈവർ വരുന്നുണ്ട്, വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഇതിൽ റെഗുലറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഈ സംഭവം എനിക്കറിയില്ല.
അപ്പോൾ അത്രയൊക്കെയാണ്. വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ കിറ്റിനെ പറ്റി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും പിന്നെ വരുന്ന വീഡിയോസിലും ഇതിന് യൂസ് ചെയ്യുന്ന മേ ബി നിങ്ങൾ കണ്ടേക്കാം. അതുകൂടാതെ തന്നെ ഇതിൻ്റെ റിലയബിലിറ്റി കാര്യങ്ങളെ പറ്റി ഞാൻ അപ്പോൾ സംസാരിക്കാം. ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ തുരുമ്പെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതാ ഈ കിറ്റുണ്ടല്ലോ, ഈ സാധനം നശിച്ചു പോയി കഴിഞ്ഞാൽ തീർന്നു. ഇത് പിന്നെ ഒരു വഴിക്കും കൊള്ളൂല. പിന്നെ ഇതിൽ ഈ വർക്കിങ്ങിൻ്റെ ഒരു മെക്കാനിസം ഉണ്ടല്ലോ, അത് നമുക്ക് 2 വേ അഡ്ജസ്റ്റബിൾ ആണ്. ബൈക്സിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ടൂൾ കിറ്റ് നിങ്ങൾ സ്വന്തമാക്കുന്നത് വളരെ നല്ലൊരു ഓപ്ഷനായിരുന്നു. ഞാൻ എന്തായാലും 400 റുപ്പീസ് വെൽ ഇൻവെസ്റ്റഡ് ആണെന്ന് എനിക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഒരു ഗ്യാരണ്ടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ വീഡിയോ.